Hi all, welcome back. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ പെർമിയബിലിറ്റിയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. എന്താണ് പെർമിയബിലിറ്റി, പെർമിയബിലിറ്റീൻ്റെ ഇക്വേഷൻ, അത് സഹായിക്കുന്നത് നമുക്ക് ഡാർസീസ് ലോ വെച്ചിട്ടൊരു ലോ വെച്ചാണെന്ന് നമ്മൾ കണ്ടു. ഡാർസീസ് ലോ എന്താണെന്ന് കണ്ടു. അത് കഴിഞ്ഞ് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് പെർമിയബിലിറ്റിനെ എഫക്റ്റ് ചെയ്യുന്നതെന്ന് കണ്ടു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് മെത്തേഡ്സ് ആണ്. നമുക്ക് ലാബിൽ എങ്ങനെ പെർമിയബിലിറ്റി കണ്ടുപിടിക്കാമെന്നുള്ള രണ്ട് മെത്തേഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ മെത്തേഡ്സും അതിനെ ബേസ് ചെയ്തിട്ടുള്ള അതിൻ്റെ മെത്തേഡ്സിന്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടും. ആ ഇക്വേഷൻസ് വെച്ച് എങ്ങനെ കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി കണ്ടുപിടിക്കുമെന്ന് രണ്ട് പ്രോബ്ലംസ് വെച്ചും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് നോക്കും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. പെർമിയബിലിറ്റി കണ്ടുപിടിക്കാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ജസ്റ്റ് ഒരു ഫ്ലോ ചാർട്ട് നിങ്ങളെ കാണിക്കുകയാണ്. These are the various methods of determination of coefficient of permeability. So permeability determine ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ പെർമിയബിലിറ്റിയുടെ കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എല്ലാ എക്സ്പെരിമെന്റ്സ് വഴിയും. അതെന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡാർസീസ് ലോ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു അല്ലേ. സോ കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി ആണ് കണ്ടുപിടിക്കുക. മേജറായിട്ട് ഉള്ള മെത്തേഡ്സിനെ നമ്മൾ മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു: ലബോറട്ടറി മെത്തേഡ്സ്, ഫീൽഡ് മെത്തേഡ്സ്, ഇൻഡയറക്റ്റ് മെത്തേഡ്സ്. സോ ഇത് ലബോറട്ടറി മെത്തേഡ്സിൽ ഒന്ന് കോൺസ്റ്റന്റ് ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റ്, രണ്ടാമത്തത് വേരിയബിൾ ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റ്, മൂന്നാമത്തത് ഹൊറിസോണ്ടൽ കാപ്പിലാരിറ്റി ടെസ്റ്റ്. ഇനി ഫീൽഡ് മെത്തേഡ്സ് എടുത്താൽ പമ്പിംഗ് ഔട്ട് ടെസ്റ്റ്, പമ്പിംഗ് ഇൻ ടെസ്റ്റ്. ഇത് രണ്ടും അല്ലാതെ ഇൻഡയറക്റ്റ് മെത്തേഡ്സ് ഉണ്ട്. ദർ ഈസ് കമ്പ്യൂട്ടേഷൻ ഫ്രം ഗ്രെയിൻ സൈസ്, അടുത്തത് കമ്പ്യൂട്ടേഷൻ ഫ്രം കൺസോളിഡേഷൻ ഡാറ്റ. സോ ഇത്രയും മൊത്തം മെത്തേഡ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മുടെ സിലബസിൽ നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ രണ്ട് ലബോറട്ടറി മെത്തേഡാണ്. ഒന്ന് കോൺസ്റ്റന്റ് ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റ്, രണ്ടാമത്തത് വേരിയബിൾ ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റ്. സോ എന്താണ് കോൺസ്റ്റന്റ് ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റ്, എന്താണ് വേരിയബിലിറ്റി ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റ്, ഏതൊക്കെ സോയിലിനാണ് അത് ചെയ്യുന്നത്, എന്താണ് അതിൽ നിന്ന് ഡിറൈവ് ചെയ്തിരിക്കുന്ന കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി ഇക്വേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് കോൺസ്റ്റന്റ് ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റ്. സോ കോൺസ്റ്റന്റ് ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റ് നിങ്ങൾക്ക് താഴത്തെ സബ് ഹെഡിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. ഫോർ മോർ പെർമിയബിൾ സോയിൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പെർമിയബിലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് പറഞ്ഞിരുന്നു. അതിൽ സൈസ് ഈസ് വൺ ഓഫ് ദ ഫാക്ടർ. കൂടുതൽ സൈസ് ഉണ്ടെങ്കിൽ പെർമിയബിലിറ്റി കൂടുതലായിരിക്കും. കാരണം വോയിഡ്സിന്റെ ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള വോയിഡ്സിന്റെ അളവ് കൂടുതലായിരുന്നു. സോ മോർ പെർമിയബിൾ ആയിട്ടുള്ള കോസ് ഗ്രൈൻഡ് സോയിലാണ് നമ്മൾ കോൺസ്റ്റന്റ് ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റ് ഉപയോഗിക്കുക. കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ കോൺസ്റ്റന്റ് ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റ് ഉപയോഗിക്കുന്നത് കോസ് ഗ്രൈൻഡ് സോയിലിനാണ്. സോ ഇതിനൊരു അപ്പാരറ്റസ് ഉണ്ട്. നമ്മൾ സോയിൽ സാമ്പിൾ വെച്ച് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നതിന് ഒരു അപ്പാരറ്റസ് ഉണ്ട്. ആ അപ്പാരറ്റസ് നമുക്കൊന്ന് ജസ്റ്റ് കാണാം. അത് നമ്മൾ വിളിക്കുന്ന പേര് കോൺസ്റ്റന്റ് ഹെഡ് പെർമിയാമീറ്റർ എന്നാണ്. സോ കോൺസ്റ്റന്റ് ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റ് ആണ്. സോ ദ അപ്പാരറ്റസ് യൂസ്ഡ് ഈസ് കോൺസ്റ്റന്റ് ഹെഡ് പെർമിയാമീറ്റർ. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇത് സോയിൽ സാമ്പിൾ ആണ്. സാമ്പിളിന്റെ മുകളിലായിട്ട് മുകളിലും താഴെയായിട്ട് പോറസ് ഡിസ്ക് വെച്ചിട്ടുണ്ട്. Then it is connected to a constant head reservoir on the upstream side. അതിനകത്തൊരു കോൺസ്റ്റന്റ് വാട്ടർ സപ്ലൈ ഉണ്ടാവും. ആ വാട്ടർ സപ്ലൈ വെച്ചിട്ട് ഈ റിസർവോയറിന്റെ വാട്ടർ ലെവൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. എന്നിട്ട് അതിന്റെ ഇൻലെറ്റ് വാൽവിൽ കൂടെ സാമ്പിളിലൂടെ വാട്ടർ പോയി സാമ്പിളിൽ നിന്ന് ഒരു ഔട്ട്ലെറ്റ് വാൽവ് വെച്ച് കോൺസ്റ്റന്റ് ഹെഡ് ചേംബർ എന്ന് പറഞ്ഞ ഒരു ചേംബറിലോട്ട് വെള്ളം എത്തുന്നു. ഇതിന്റെ പ്രഷർ ഡിഫറൻസ് ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ട് മാനോമീറ്റർ കണക്ട് ചെയ്യുന്നു. ദെൻ ഈ കോൺസ്റ്റന്റ് ഹെഡ് ചേംബർ നിറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ അകത്തുനിന്നുള്ള വെള്ളം കളക്ട് ചെയ്യാൻ നമുക്കൊരു ഗ്രാജുവേറ്റഡ് ജാറും വേണം. ഇതാണ് നമ്മുടെ അപ്പാരറ്റസ് എന്ന് പറയുന്നത്, കോൺസ്റ്റന്റ് ഹെഡ് പെർമിയബിലിറ്റി. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പ്രൊസീജിയർ പറയുന്ന സമയത്ത് പറയും. സോ നമുക്ക് ഈ സാമ്പിൾ എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. സോ സാമ്പിൾ എടുക്കുന്ന ഒരു സിലിണ്ട്രിക്കൽ മൗൾഡിലാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒരു സിലിണ്ട്രിക്കൽ മൗൾഡ് ഉണ്ട്. അതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1000 മില്ലി ലിറ്റർ ആണ്. സോ 1000 ml ഉള്ള ഒരു സിലിണ്ട്രിക്കൽ മൗൾഡ് മീൻസ് 1 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു സിലിണ്ട്രിക്കൽ മൗൾഡ് എടുത്തു. അതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 100 mm ആണ്. ആൻഡ് ഇറ്റ്സ് ലെങ്ത് ഓർ ഹൈറ്റ് വി വിൽ സേ ഇറ്റ് ഈസ് 127.3 mm. സോ ദിസ് ഈസ് യുവർ മോൾഡ്. സോ ഈ മോൾഡിലാണ് നമ്മൾ സോയിൽ സാമ്പിൾ എടുക്കുന്നത്. ഓക്കെ, നമുക്ക് പെർമിയബിലിറ്റി കണ്ടുപിടിക്കണം. സോ വി ആർ ടേക്കിംഗ് സോയിൽ സാമ്പിൾ ഫ്രം ദ സൈറ്റ്, റൈറ്റ്. സോ സോയിൽ സാമ്പിൾ സൈറ്റിൽ നിന്ന് എടുക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള സാമ്പിളാണ്. നമ്മൾ അടുത്ത മൊഡ്യൂളിൽ ടൈപ്പ് ഓഫ് സാമ്പിൾസ് ഒക്കെ പഠിക്കും. അതിൽ ഡിസ്റ്റർബ്ഡ് സാമ്പിൾ, അൺഡിസ്റ്റർബ്ഡ് സാമ്പിൾ എന്ന് പറയും. സോ നമ്മൾ ഈ ടെസ്റ്റിൽ ഉപയോഗിക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള സാമ്പിൾ ഉണ്ടാവാം. ഒന്ന് അൺഡിസ്റ്റർബ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൈറ്റിൽ സോയിൽ എങ്ങനെ ഇരിക്കുന്നു എന്ന് വെച്ചാൽ അതിന്റെ വോയിഡ്സിനൊന്നും ഒരു പ്രശ്നവും പറ്റാതെ, അതിന്റെ സ്ട്രക്ചറിന് ഒരു കുഴപ്പവും പറ്റാതെ നമ്മൾ സോയിലിൽ ഇരിക്കുന്ന പോലെ ഒരു സാമ്പിൾ
എന്ന് വെച്ചാൽ എന്തെങ്കിലും അതിന് നമ്മൾ സാമ്പിളേഴ്സിനെ കുറിച്ചൊക്കെ അടുത്ത മൊഡ്യൂളിൽ പഠിക്കും. സോയിലിൽ ഒരു പ്രശ്നവും വരാതെ സോയിലിന്റെ സ്ട്രക്ചറിന് അല്ലെങ്കിൽ സോയിലിന്റെ മണ്ണിലായിരിക്കുന്ന എക്സിസ്റ്റ് ചെയ്തിരിക്കുന്ന അവസ്ഥയ്ക്ക് ഒരു മാറ്റവും വരുത്താതെ അതേപോലെ സോയിൽ സാമ്പിൾ എടുത്തിട്ട് നമുക്ക് ഈ ടെസ്റ്റ് ചെയ്യാം. സോ യു ക്യാൻ യൂസ് അൺഡിസ്റ്റർബ്ഡ് സാമ്പിൾ. ഇനി അൺഡിസ്റ്റർബ്ഡ് സാമ്പിൾ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ഒരു സൈറ്റ് ആണെന്ന് വിചാരിക്കാം. സോ അവിടെ നിന്ന് നമ്മൾ സാമ്പിൾ എടുത്തു. സാമ്പിൾ എടുക്കുമ്പോൾ സോയിലിന്റെ സ്ട്രക്ചർ ഒക്കെ പോയിട്ടുണ്ടാവും. പക്ഷേ നമുക്ക് പെർമിയബിലിറ്റി ടെസ്റ്റ് ചെയ്യേണ്ട സോയിലിന്റെ അതേ കണ്ടീഷനിലാണല്ലേ. നമ്മൾ സ്ട്രക്ചർ ഉണ്ടാക്കാൻ പോകുന്ന ആ സൈറ്റിൽ സോയിൽ ഏത് കണ്ടീഷനിലാണോ അതേ കണ്ടീഷനിലാണ് നമുക്ക് പെർമിയബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ സോയിൽ സാമ്പിൾ എടുത്തിട്ട് ഈ മോൾഡിൽ വെച്ചതിന് ശേഷം സൈറ്റിലെ ഫീൽഡ് ഡെൻസിറ്റി മെഷർ ചെയ്യും. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ അതിന്റെ മെത്തേഡ്സ് ഒക്കെ പഠിച്ചു. ഫീൽഡ് ഡെൻസിറ്റി മെഷർ ചെയ്തിട്ട് ആ ഡെൻസിറ്റി കിട്ടുന്നത് പോലെ ഈ സോയിൽ സാമ്പിളിൽ കോമ്പാക്ട് ചെയ്യും. ഓക്കെ, ഫീൽഡിലെ ഡെൻസിറ്റി കിട്ടുന്ന പോലെ സോയിൽ സാമ്പിളിൽ കോമ്പാക്ട് ചെയ്തിട്ട് അതാണ് യൂസ് ചെയ്യുക. സോ ഐദർ യു ക്യാൻ യൂസ് അൺഡിസ്റ്റർബ്ഡ് സാമ്പിൾ അല്ലെങ്കിൽ ഇറ്റ് ഈസ് കോമ്പാക്റ്റഡ് ടു ഫീൽഡ് ഡെൻസിറ്റി. സോ ഇതാണ് നമ്മൾ സോയിൽ സാമ്പിൾ എന്ന് പറയുന്നത്. പിന്നെ ഇത് പോറസ് ഡിസ്ക് എന്ന് പറയുന്നുണ്ട്. ഈ പോറസ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന സോയിൽ സാമ്പിളിനേക്കാളും ഏകദേശം ഒരു 10 ഇരട്ടി നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന സോയിൽ സാമ്പിളിനേക്കാളും 10 ഇരട്ടി പെർമിയബിലിറ്റി ഉള്ള സ്റ്റോൺസ് വെച്ചുണ്ടാക്കുന്ന 2 ലെയർ ആണ് പോറസ് ഡിസ്ക് എന്ന് പറയുന്നത്. സോ സാമ്പിളിന്റെ മുകളിലും താഴെയും നമ്മുടെ സോയിൽ സാമ്പിളിനേക്കാളും 10 ഇരട്ടി പെർമിയബിലിറ്റി ഉള്ള 2 ലെയർ വെക്കും മെയ്ഡ് ഓഫ് പോറസ് സ്റ്റോൺസ്. അതിനാണ് നമ്മൾ പോറസ് ഡിസ്ക് എന്ന് പറയുന്നത്. സോ ഇതാണ് ജനറലി അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കോൺസ്റ്റന്റ് ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റിന്റെ പ്രൊസീജിയറിലോട്ട് പോവാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് യു ടേക്ക് എ സോയിൽ സ്പെസിമെൻ വിച്ച് ഈസ് ഓഫ് ലെങ്ത് L ആൻഡ് ഈസ് കെപ്റ്റ് ഇൻ ദ മോൾഡ് ബിറ്റ്വീൻ 2 പോറസ് ഡിസ്ക്. നമ്മൾ പറഞ്ഞ പോലെ അൺഡിസ്റ്റർബ്ഡോ അല്ലെങ്കിൽ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള സാമ്പിൾ ആണെങ്കിൽ അതിന് കോമ്പാക്ട് ചെയ്തിട്ടോ നമ്മുടെ സിലിണ്ടറിക്കൽ മോൾഡിൽ എടുക്കുന്നു. ആ മോൾഡിന്റെ ലെങ്ത് അല്ലെങ്കിൽ സ്പെസിമെന്റെ ലെങ്ത് എന്ന് പറയുന്നത് L ആണ്. അതിന്റെ മുകളിലും താഴെ ഇവിടെ നിങ്ങൾക്ക് കാണാം സാമ്പിൾ ഉണ്ട്. സാമ്പിളിന്റെ മുകളിലും താഴെയും ഓരോ പോറസ് ഡിസ്ക് വെച്ചിട്ടുണ്ട്. അടുത്തത് ഇനി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വാട്ടർ ഈസ് പാസ് ടു ദ സാമ്പിൾ ഫ്രം എ റിസർവോയർ വിത്ത് കോൺസ്റ്റന്റ് വാട്ടർ ലെവൽ. നമ്മുടെ കോൺസ്റ്റന്റ് ഹെഡ് റിസർവോയർ നേരത്തെ ഫിഗറിൽ കണ്ടത് അത് കണക്ട് ചെയ്യുന്നു. അതിൻ്റെ അകത്തോട്ടൊരു കോൺസ്റ്റന്റ് വാട്ടർ സപ്ലൈ വെച്ചിട്ടുണ്ടാവും അതിന്റെ ഇൻലെറ്റ് വാൽവിൽ കൂടെ. സോ അതിന്റെ താഴെ നമ്മൾ വാൽവ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ കോൺസ്റ്റന്റ് ഹെഡ് റിസർവോയറിൽ നിന്ന് വെള്ളം നമ്മുടെ സാമ്പിളിലോട്ട് പാസ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ആദ്യം ഇത് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ സാമ്പിൾ ഫുള്ളായിട്ട് സാച്ചുറേറ്റ് ചെയ്യണം. എന്തിനാ സാച്ചുറേറ്റ് ചെയ്യുന്നത്? നമ്മൾ കഴിഞ്ഞ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പെർമിയബിലിറ്റിയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. സോയിൽ പാർഷ്യലി സാച്ചുറേറ്റഡ് ആണെങ്കിൽ അതിന്റെ വോയിഡ്സിൽ എയർ ഉണ്ടാവും. എയർ എന്ന് പറയുന്നത് ഫ്ലോ പാത്തിനെ ബ്ലോക്ക് ചെയ്യും. അതുകൊണ്ട് ഫുള്ളി സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലോ പാത്ത് കിട്ടും. സോയിലിന്റെ ആക്ച്വൽ പെർമിയബിലിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമ്മൾ ടെസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഈ സാമ്പിളിന്റെ ഒന്ന് ഫുള്ളായിട്ട് സാച്ചുറേറ്റ് ചെയ്യണം. സോ ഫുള്ളി സാച്ചുറേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ കോൺസ്റ്റന്റ് ഹെഡ് റിസർവോയർ കണക്ട് ചെയ്യുന്നു. അതിന്റെ ഇൻലെറ്റ് വാൽവിൽ കൂടെ വാട്ടർ പാസ് ചെയ്യുന്നു. എന്നിട്ട് ഈ സാമ്പിൾ ഒരു കോൺസ്റ്റന്റ് ഹെഡ് ചേംബറിൽ നമ്മളിവിടെ വെക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതാണ് കോൺസ്റ്റന്റ് ഹെഡ് ചേംബർ. സോ കോൺസ്റ്റന്റ് ഹെഡ് ചേംബറിൽ വെക്കുന്നു. അതിൻ്റെ അകത്തുനിന്ന് സോയിലിൽ നിന്ന് ഒരു ഔട്ട്ലെറ്റ് വാൽവും കൊടുത്തിട്ടുണ്ട്. സോ കോൺസ്റ്റന്റ് ഹെഡ് റിസർവോയറിൽ നിന്ന് വാട്ടർ വരുന്നു. ആ വാട്ടർ സോയിൽ സാമ്പിളിൽ കൂടെ പാസ് ചെയ്ത് ഔട്ട്ലെറ്റ് വാൽവിൽ കൂടെ കോൺസ്റ്റന്റ് ഹെഡ് ചേംബറിൽ എത്തുന്നു. ഓക്കെ, എന്തുകൊണ്ട് ഇതിന് കോൺസ്റ്റന്റ് ഹെഡ് ചേംബർ എന്ന് വിളിക്കുന്നത്? ഇതിന്റെ ഹെഡ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ. കോൺസ്റ്റന്റ് ഹെഡ് റിസർവോയർ ആണ്, കോൺസ്റ്റന്റ് ഹെഡ് ചേംബർ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫ്ലോ നടക്കണമെങ്കിൽ ഫ്ലോ ടേക്സ് പ്ലേസ് ഫ്രം ഹയർ ഹെഡ് ടു ലോവർ ഹെഡ്. സോ ഇവിടുത്തെ വാട്ടർ ലെവലിൽ നിന്ന് ഇവിടുത്തെ വാട്ടർ ലെവൽ വരെ ദർ ഇസ് എ ഹെഡ് അല്ലെ. ദ ഹെഡ് ഡിഫറൻസ് H. സോ ഇവിടം തൊട്ട് ഈ വാട്ടർ ലെവൽ വരെ ഒരു ഹെഡ് ഡിഫറൻസ് H ഉണ്ട്. ആ H ഹെഡ് ഡിഫറൻസ് ആണ് ഇതിൽ ഫ്ലോ നടക്കാൻ കാരണം. ഈ സോയിൽ സാമ്പിളിൽ കൂടെ വാട്ടർ ഫ്ലോ ചെയ്യാനുള്ള കാരണം എന്താണ്? ഈ ഹെഡ് ഡിഫറൻസ് H ആണ്. സോ ദാറ്റ് ഈസ് ഹെഡ് കോസിംഗ് ഫ്ലോ. ഇത് കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തുന്നതുകൊണ്ട്, സോ ഈ വാട്ടർ ലെവലും കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിനെന്ത് വിളിക്കുന്നത്? കോൺസ്റ്റന്റ് ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റ് എന്ന് വിളിക്കുന്നത്. സോ ഹെഡ് ഡിഫറൻസ് ഉണ്ട്, സോ വാട്ടർ വിൽ ഫ്ലോ. സോ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഈ ചേംബർ എന്ന് അറിയുമല്ലേ, നമുക്ക് ഈ ചേംബറിന്റെ മുകളിൽ മാത്രം വഴി ഇതിന്റെ എക്സസ് ഉള്ള സാധനം വാട്ടർ ഓവർഫ്ലോ ചെയ്യും. ആ ഓവർഫ്ലോ ചെയ്യുന്ന വാട്ടറിനെ നമ്മളൊരു ഗ്രാജുവേറ്റഡ് ജാർ വെച്ചിട്ട് കളക്ട് ചെയ്യും. നമ്മൾ വാട്ടർ പാസ് ചെയ്ത് കഴിയുമ്പോൾ, സോയിലിൽ കൂടെ വാട്ടർ പാസ് ചെയ്ത് കളക്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ചേംബർ ഓവർഫ്ലോ ചെയ്യും. ചേംബറിൽ എന്തോരം ഓവർഫ്ലോ ചെയ്യുന്നു, ആ ഓവർഫ്ലോ ചെയ്യുന്ന വാട്ടർ മുഴുവൻ നമ്മൾ ഒരു ഗ്രാജുവേറ്റഡ് ജാറിൽ കളക്ട് ചെയ്യുന്നു. ഇൻ ടൈം T യു കളക്ട് Q ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ. അതായത് ഒരു
സ്പെസിഫിക് ടൈം ഇന്റർവെല്ലിൽ നമ്മൾ ക്യൂ ക്വാണ്ടിറ്റി, ക്യൂ എന്ന് വെച്ചാൽ ഇത്ര വോളിയം, മേ ബി ഇൻ മീറ്റർ ക്യൂബ്, മേ ബി ഇൻ ലിറ്റർ, ഇവിടെ നമുക്ക് ഗ്രാജുവേറ്റഡ് ജാറിൽ ലിറ്റർ ആയിരിക്കും കിട്ടും. സോ ഇത്ര മില്ലി ലിറ്റർ വാട്ടർ നമ്മൾ ഇത്ര സമയത്ത് കളക്ട് ചെയ്തു എന്ന് നോട്ട് ചെയ്യുന്നു. ഇതാണ് ടെസ്റ്റിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. നമ്മൾ സാമ്പിൾ എടുക്കുന്നു, സാമ്പിൾ ഒരു കോൺസ്റ്റന്റ് ഹെഡ് റിസർവോയർ ആയിട്ട് കോൺസ്റ്റന്റ് ഹെഡ് ചേമ്പറുമായിട്ട് കണക്ട് ചെയ്യുന്നു. സോ സാമ്പിൾ ഫുള്ളി സാച്ചുറേറ്റഡ് ആണ്. സോയില് അതിനുശേഷം നമ്മൾ കോൺസ്റ്റന്റ് ഹെഡ് റിസർവോയറിൽ നിന്ന് വാട്ടർ വിടും. ഇതിനൊക്കെ കൺട്രോൾ ചെയ്യാൻ വാൽവ് ഉണ്ട്. വാൽവ് വരച്ചിട്ടില്ല എന്നുള്ള ചിത്രത്തിൽ. സോ നമ്മൾ ഇൻലെറ്റ് വാൽവ്, ഇൻലെറ്റ് പൈപ്പിൽ കൂടെ വാട്ടർ വരുന്നു. ഈ ഹെഡ് ഡിഫറൻസ് എച്ച് കൊണ്ട് ഫ്ലോ ചെയ്യുന്നു. ഫ്ലോ ചെയ്ത് കോൺസ്റ്റന്റ് ഹെഡ് ചേമ്പറിൽ എത്തുന്നു. അവിടെ നിന്ന് ഓവർഫ്ലോ ചെയ്യുന്ന വാട്ടറിനെ നമ്മളൊരു ഗ്രാജുവേറ്റഡ് ജാറിൽ കളക്ട് ചെയ്യുന്നു. സോ ഇൻ ടൈം ടി ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ കളക്റ്റഡ് ഈസ് ക്യൂ. ഇതാണ് നമ്മുടെ പ്രൊസീജിയർ. ഇനി നമ്മൾ കാൽക്കുലേഷൻ പാർട്ടിലോട്ട് വന്നാൽ, so what all values we have? The first one is water collected. So ഇത്ര സമയത്ത് ഇത്ര വാട്ടർ കളക്ട് ചെയ്ത് ആ ജാറിൽ നമുക്ക് ഗ്രാജുവേഷൻസ് ഉണ്ട്. അത് നോക്കി നമുക്ക് മില്ലി ലിറ്ററിലോ ലിറ്ററിലോ കിട്ടും. അതിനെ നമ്മൾ മീറ്റർ ക്യൂബിലോട്ട് കൺവേർട്ട് ചെയ്യും. സോ വാട്ടർ കളക്റ്റഡ് നമുക്ക് കിട്ടി. ഇത്ര മീറ്റർ ക്യൂബ് വെള്ളം കളക്ട് ചെയ്തു. എത്ര സമയത്ത്? ടി എന്ന് പറയുന്ന സമയത്ത്. സോ ടി സമയത്ത് ക്യൂ വാട്ടർ നമ്മൾ കളക്ട് ചെയ്തു. ടി സെക്കൻഡിൽ ക്യൂ മീറ്റർ ക്യൂബ് വാട്ടർ കളക്ട് ചെയ്തു. അപ്പോൾ ഡിസ്ചാർജ് എത്രയായിരിക്കും? വാട്ട് ഈസ് ഡിസ്ചാർജ്? ക്യൂ ബൈ ടി അല്ലെ. മീറ്റർ ക്യൂബ് ബൈ സെക്കൻഡ് എന്നാണ് അതിന്റെ യൂണിറ്റ്. റേറ്റ് ഓഫ് ഫ്ലോ, ഒരു സെക്കൻഡിൽ എത്ര മീറ്റർ ക്യൂബ് വാട്ടർ ഫ്ലോ ചെയ്യുന്നു എന്നാണ് ഡിസ്ചാർജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഡിസ്ചാർജ് ഈസ് നത്തിങ് ബട്ട് വാട്ടർ കളക്റ്റഡ് ഡിവൈഡഡ് ബൈ ടൈം, വിച്ച് ഈസ് ക്യൂ ബൈ ടി. നമുക്ക് ഉള്ള ഡീറ്റെയിൽസ് ഇതാണ്. എക്സ്പെരിമെന്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഡീറ്റെയിൽസ് ഇതാണ്. വാട്ടർ കളക്റ്റഡ് ക്യൂ കിട്ടി. എത്ര സമയത്തിലാണ് വാട്ടർ കളക്ട് ചെയ്ത്? ടൈം ടിയിലാണ്. സോ ക്യൂ ബൈ ടി ചെയ്താൽ ഡിസ്ചാർജ് കിട്ടും. ഇനി നമ്മൾ പഠിച്ച ഡാർസീസ് ലോ അപ്ലൈ ചെയ്യാൻ പോവാ. സോ ഫ്രം ഡാർസീസ് ലോ യു ഹാവ് discharge equation. Q is equal to K into I into A, where K is the coefficient of permeability, I is the hydraulic gradient, and A is the area of cross section. So Darcy's law in the discharge equation ഇതാണ്. ഇതിൽ I എന്ന് പറഞ്ഞ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ആണ് അല്ലേ. ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ എച്ച് ബൈ എൽ ആണ്. എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഹെഡ് കോസിംഗ് ഫ്ലോ. എൽ എന്ന് പറഞ്ഞാൽ ആ സ്പെസിമെന്റെ ലെങ്ത് നമ്മൾ നേരത്തെ ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഡിസ്ചാർജ് Q is equal to KIA, which is equal to KHL by A. Okay, this is from Darcy's law. From the experiment you have Q by T. So this under discharge alle, so you can equate. So Q by T is equal to KHL by A. So Q by T is equal to KHA by L. That is your both equations equating together. Now what you need? നമ്മുടെ എയിം എന്താ? നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി കണ്ടുപിടിക്കണം. എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി? K ആണല്ലേ. So we will write the equation for K from this. K is equal to QL by A into H into T. Q is the quantity of water collected in the jar. L is the length of specimen. A is the area of cross section of the specimen. H is the head causing flow. And T is the time for collecting that water. K is our coefficient of permeability. So, as you see, K is coefficient of permeability. Q quantity of water collected. Time for collecting water. Area of cross section. Length and head causing flow. ഇതാണ് നമ്മൾ കോൺസ്റ്റന്റ് ഹെഡ് പെർമിയബിലിറ്റി എന്ന് പെർമിയബിലിറ്റി കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ. പക്ഷേ ഇതിന് ഒരു പ്രശ്നമുണ്ട്. നമ്മളിപ്പം മെഷർ ചെയ്യുന്നത് എന്താ? ഇവിടെ തൊട്ട് ഇവിടം വരെ അല്ലേ. സോ നമ്മൾ ടോട്ടൽ ലെങ്ത് എടുത്ത് ടോട്ടൽ എച്ചിൽ എടുക്കുന്നു. ആക്ച്വലി പെർമിയബിലിറ്റി ത്രൂ ഔട്ട് എടുക്കുന്നു. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ ഈ വാട്ടർ ഫ്ലോ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇൻലെറ്റിൽ കൂടെ വാട്ടർ ഫ്ലോ ചെയ്യുന്നുണ്ടല്ലേ. വാട്ടർ ഫ്ലോ ചെയ്ത് സോയിലിൽ കൂടെ സോയിലിന്റെ കൂടെ കുറച്ച് ഫൈൻ ആയിട്ടുള്ള പാർട്ടിക്കിൾ, സോയിൽ സാമ്പിളിലെ ഫൈൻ ആയിട്ടുള്ള പാർട്ടിക്കിളും കൂടെ ഒഴുകി ഈ രണ്ട് അറ്റത്ത് സോയിലിന്റെ രണ്ട് എൻഡിൽ സെറ്റിൽ ആവാൻ സാധ്യതയുണ്ട്. സോയിൽ സാമ്പിൾ ഫൈൻ പാർട്ടിക്കിൾസ് വാട്ടറിന്റെ കൂടെ ഒഴുകി സോയിലിന്റെ രണ്ട് എൻഡ്സിലും, നമ്മുടെ സാമ്പിളിന്റെ രണ്ട് എൻഡ്സിലും അക്യുമുലേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? അക്യുമുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടുത്തെ വോയിഡിന് അല്ലെങ്കിൽ അവിടുത്തെ വോയിഡ് സ്ട്രക്ചറിന് ചേഞ്ച് വരും നടുക്കുതലക്കാലം. അപ്പോൾ ഇറ്റ് വിൽ നോട്ട് ബി ഗിവിംഗ് ദ ആക്ച്വൽ പെർമിയബിലിറ്റി. സോ സോയിൽ സാമ്പിൾ മൊത്തം എടുത്താൽ പല സ്ഥലത്ത് പല പെർമിയബിലിറ്റി ആയിരിക്കും. സോ അറ്റത്തെ പെർമിയബിലിറ്റി കുറവായിരിക്കും. കാരണം എന്താ? കൂടുതൽ പാർട്ടിക്കിൾസ് അവിടെ പോയിട്ട് സെറ്റിൽ ആവുന്നുണ്ട്. സോ ഇറ്റ് ഈസ് നോട്ട് ഗിവിംഗ് ദ ആക്യുറേറ്റ് വാല്യൂ അല്ലേ. സോ പെർമിയബിലിറ്റി വിൽ ബി ഡിഫറെന്റ് അറ്റ് ഇറ്റ്സ് എൻഡ്സ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഗിവിംഗ് ആൻ ആക്യുറേറ്റ് വാല്യൂ. സോ കൂടുതൽ ആക്യുറേറ്റ് വാല്യൂ എവിടെയായിരിക്കും? സോയിൽ സാമ്പിളിന്റെ ഏകദേശം സെന്ററിലായിട്ടായിരിക്കും. സോ ഫോർ അക്യുറസി പെർമിയബിലിറ്റി അറ്റ് സെന്റർ ഈസ് നീഡഡ്. സോ നമ്മൾ ഇപ്പോൾ ചെയ്ത കണ്ടീഷനിൽ നമുക്ക് എൻസിലെ
കൂടെ ഇൻക്ലൂഡ് ചെയ്തുള്ള പെർമിയബിലിറ്റി കിട്ടുക. അവിടെ സോയിൽ പാർട്ടിക്കിൾസ് സെറ്റിൽ ചെയ്ത് ഫൈൻ പാർട്ടിക്കിൾസ് സെറ്റിൽ ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇറ്റ് വിൽ നോട്ട് ബി ദ ആക്ച്വൽ പെർമിയബിലിറ്റി. സോ വാട്ട് വി വിൽ ഡു ഈസ് വി ഹാവ് ടു ഫൈൻഡ് എ മെത്തേഡ് ടു ഫൈൻഡ് ദ പെർമിയബിലിറ്റി അറ്റ് ഓൾമോസ്റ്റ് സെന്റർ ഓഫ് ദ സാമ്പിൾ. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കണക്ട് 2 മാനോമീറ്റേഴ്സ് അറ്റ് ദ മിഡിൽ ഓഫ് ദ സാമ്പിൾ അറ്റ് എ ഡിസ്റ്റൻസ് L. ഈ സാമ്പിളിന്റെ ഏകദേശം സെന്ററിൽ കിട്ടുന്നത് പോലെ L' എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിൽ 2 മാനോമീറ്റർ കണക്ട് ചെയ്യുന്നു. സോ 2 ലൊക്കേഷനിൽ നമ്മൾ മാനോമീറ്റർ കണക്ട് ചെയ്യുന്നു. ഏകദേശം സെൻട്രലായിട്ട് വരുന്ന രീതിയിൽ ഈ സോയിൽ സാമ്പിളിന്റെ 2 ലൊക്കേഷനിൽ മാനോമീറ്റർ കണക്ട് ചെയ്യുന്നു. സോ ആ 2 മാനോമീറ്റർ തമ്മിലുള്ള ഡിസ്റ്റൻസ് L' ആണ്. ഓക്കെ, 2 മാനോമീറ്റർ കണക്ട് ചെയ്തു, അതിന്റെ ഡിസ്റ്റൻസ് L' ആണ്. ഇനി വാട്ടർ ഫ്ലോ ചെയ്യുമ്പോൾ ഹെഡ് ഡിഫറൻസ് ഉണ്ടാവും അല്ലേ? ആ ഹെഡ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ടോട്ടൽ ഹെഡ് ഡിഫറൻസ് മാത്രമല്ല, ഈ ഓരോ പോയിന്റിലും ഹെഡ് ഡിഫറൻസ് ഉണ്ടാവും. സോ ഈ പോയിന്റും തമ്മിലുള്ള ഹെഡ് ഡിഫറൻസ് എന്താ? ഈ 2 മാനോമീറ്ററിലുള്ള ലിക്വിഡ് ലെവലിന്റെ ഡിഫറൻസ് അല്ലെ? മാനോമീറ്ററിലുള്ള ലിക്വിഡ് ലെവലിന്റെ ഡിഫറൻസ് ആയിരിക്കും ഈ 2 പോയിന്റും തമ്മിലുള്ള ഹെഡ് ഡിഫറൻസ്. ദാറ്റ് ഹെഡ് ഡിഫറൻസ് ഈസ് H'. സോ സെന്ററിൽ 2 മാനോമീറ്റർ വെക്കുന്നു. ആ മാനോമീറ്റർ തമ്മിലുള്ള ഡിസ്റ്റൻസ് L' ആണ്. അതിൽ ലിക്വിഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് H' ആണ്. സോ H' ഈസ് യുവർ ഹെഡ് ലോസ്, L' ഈസ് യുവർ ലെങ്ത് ഓഫ് ദ സ്പെസിമെൻ. Now what do you need? I അല്ലെ? I എന്ന് പറഞ്ഞാൽ എന്താ? H'/L'. H/L നമ്മൾ നേരത്തെ കണ്ടത് ഇവിടെ H'/L' എന്നാവുന്നു ഈ 2 പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ. സോ വി വിൽ rewrite the equation that we have derived in the previous slide, which is Q is equal to QL'/AH'. സോ എക്സ്പെരിമെന്റിൽ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. 2 മാനോമീറ്റർ കളക്ട് ചെയ്യും, അത് തമ്മിലുള്ള ഹെഡ് ഡിഫറൻസ് ആണ് ആക്ച്വലി ഹെഡ് ലോസ് എന്ന് പറയുന്നത്. L' എന്ന് പറഞ്ഞാൽ ആ 2 മാനോമീറ്റർ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് ആണ്, ടോട്ടൽ സാമ്പിളിന്റെ ഡിസ്റ്റൻസ് ആയിരിക്കില്ല. സോ ദിസ് ഈസ് അവർ ഇക്വേഷൻ. K is equal to QL'/AH'. Okay, this is determination of coefficient of permeability by constant head permeability test. രണ്ടാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? വേരിയിങ് ഹെഡ് അല്ലെങ്കിൽ ഫാളിംഗ് ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റ്. സോ സെക്കൻഡ് ടെസ്റ്റ് വേരിയിങ് ഹെഡ് ഓർ ഫാളിംഗ് ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റ് എന്നാണ് പറയാ. ഇതിന്റെ സബ് ഹെഡിങ് പറയുന്ന പോലെ ഇറ്റ് ഈസ് ഫോർ ലെസ് പെർമിയബിൾ സോയിൽ, അതായത് ഫൈൻ ഗ്രൈൻഡ് സോയിലായിരിക്കും നമ്മൾ ഫാളിംഗ് ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റ് ഉപയോഗിക്കുക. എന്തുകൊണ്ടെന്നാണ് നമ്മൾ ആദ്യം കണ്ടത്. സോ നമ്മൾ ഏകദേശം കോൺസ്റ്റന്റ് ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റ് എന്താണെന്ന് കണ്ടു. എന്തുകൊണ്ട് കോൺസ്റ്റന്റ് ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റ് ഫൈൻ ഗ്രൈൻഡ് സോയിലിൽ ഉപയോഗിക്കുന്നില്ല എന്നാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അതിന് കാരണം കോഴ്സ് ഗ്രൈൻഡ് സോയിൽ ആണെങ്കിൽ ഇന്റർ കണക്റ്റഡ് വോയിഡ്സ് കൂടുതലായിരിക്കും, ഫൈൻ ഗ്രൈൻഡ് സോയിൽ ആണെങ്കിൽ ഇന്റർ കണക്റ്റഡ് വോയിഡ്സ് ലെസ് ആയിരിക്കും. അതുകൊണ്ടാണ് ഫൈൻ ഗ്രൈൻഡ് സോയിലിന്റെ പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. പെർമിയബിലിറ്റി കുറവാണെന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സോ വോയിഡ്സിന്റെ അളവ് അല്ലെങ്കിൽ വോയിഡ്സിന്റെ ഇന്റർ കണക്ടിവിറ്റി കുറയുമ്പോൾ അതിൽ കൂടെ വാട്ടർ ഒഴുകി നമ്മളൊരു ജാറിൽ കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ? സോ ഒരു ഫൈൻ ഗ്രൈൻഡ് സോയിൽ എടുത്താൽ ഈ വാട്ടർ ഒഴുകി ജാറിൽ കളക്ട് ചെയ്യുന്ന എമൗണ്ട് വളരെ കുറവായിരിക്കും. സോ നമ്മൾ കോഴ്സ് ഗ്രൈൻഡ് സോയിൽ കിട്ടുന്ന പോലെ ഒരു എമൗണ്ട് കിട്ടണമെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് സോ മച്ച് ടൈം. സോ നമുക്ക് അത്രയും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതിന് കോൺസ്റ്റന്റ് ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റ് ഉപയോഗിക്കാത്തത്. കാരണം എന്താ? കോഴ്സ് ഗ്രൈൻഡ് സോയിലിന് വോയിഡ്സിന് കണക്ടിവിറ്റി കൂടുതലും കുറച്ച് വലുപ്പവും ഉള്ളത് കൊണ്ട് more water can flow through the soil and we can collect more water in a small amount of time. ചെറിയ ടൈമിൽ കൂടുതൽ വാട്ടർ കളക്ട് ചെയ്യാൻ പറ്റും. Whereas for fine grained soil we have less interconnected void, so the amount of water collected will be very less. ഇതുകൊണ്ട് നമ്മൾ എന്തുപയോഗിക്കില്ല? കോൺസ്റ്റന്റ് ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റ് ഫൈൻ ഗ്രൈൻഡ് സോയിലിൽ ഉപയോഗിക്കില്ല, കുറെ സമയം എടുക്കുന്നുണ്ട്. സോ വി പ്രിഫർ വാട്ട്? വേരിയിങ് ഹെഡ് ഓർ ഫാളിംഗ് ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റ്. ഇതുകൊണ്ടാണ് നമ്മൾ ഫൈൻ ഗ്രൈൻഡ് സോയിലിന് വേരിയിങ് ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. നേരത്തെ കണ്ടുപോലെ ഇതിനൊരു അപ്പാരറ്റസ് ഉണ്ട്. ആ അപ്പാരറ്റസ് നമ്മൾ വേരിയിങ് ഹെഡ് പെർമിയാമീറ്റർ എന്ന് വിളിക്കും. സോ ഇറ്റ് ഈസ് ദ വേരിയിങ് ഹെഡ് പെർമിയാമീറ്റർ. സാമ്പിൾ സെയിം ആണ്. നേരത്തെ എടുത്ത സാമ്പിൾ എങ്ങനെയാണോ അതുപോലെയാണ് സാമ്പിൾ. നമ്മൾ നേരത്തെ പറഞ്ഞ മോൾഡ് അതുപോലെ അൺഡിസ്റ്റർബ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫീൽഡിൽ നിന്ന് എടുത്തിട്ട് ഫീൽഡ് ഡെൻസിറ്റിക്ക് കോമ്പാക്ട് ചെയ്തായിരിക്കാം 2 പോറസ് പ്ലേറ്റ് അപ്പുറത്തും വെക്കും. ഇവിടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഒരു റിസർവോയർ അല്ല, അതിന് പകരം ഒരു സ്റ്റാൻഡ് പൈപ്പാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു പൈപ്പ് ഉണ്ട്. ആ പൈപ്പിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമ്മൾ സ്മോൾ ലെറ്റർ എന്നാണ് റിപ്രസെന്റ് ചെയ്യുക. സോ സ്റ്റാൻഡ് പൈപ്പിൽ നിന്നാണ് വാട്ടർ ഒഴുകുക. ആ വാട്ടർ സോയിൽ സാമ്പിളിൽ കൂടെ പോയി നേരത്തെ പോലെ ഒരു കോൺസ്റ്റന്റ് ഹെഡ് ചേമ്പറിൽ നമ്മൾ കളക്ട് ചെയ്യുന്നു. ഇതാണ് വേരിയിങ് ഹെഡ് പെർമിയാമീറ്റർ. കുറച്ചുകൂടെ സിംപ്ലർ ആയിട്ടുള്ള ഒരു അപ്പാരറ്റസ് ആണ് വേരിയിങ് ഹെഡ് പെർമിയാമീറ്ററിന്റെ. ഓക്കെ, സോ യു ഹാവ് ദ അപ്പാരറ്റസ് ഹിയർ. നമുക്കിനി പ്രൊസീജിയർ നോക്കാം. So first procedure is same. What you have to do? Take the sample,
put two porous plates at the top and bottom. Specimen length L ആണ്, specimen area A ആണ്. Everything same as constant head permeability test. So specimen എടുത്തു, specimen മുകളിലും താഴെയും രണ്ട് porous disc വെച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്? ഒരു vertical stand pipe. നമ്മൾ നേരത്തെ ഫിഗറിൽ കണ്ട വെർട്ടിക്കൽ സ്റ്റാൻഡ് പൈപ്പ് വിച്ച് ഇസ് ഓഫ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ സ്മോൾ ലെറ്റർ എ. സാമ്പിളുടെ ഏരിയ ക്യാപിറ്റൽ ലെറ്റർ എ, സ്റ്റാൻഡ് പൈപ്പിന്റെ ഏരിയ സ്മോൾ ലെറ്റർ എ ഈസ് ഫിക്സ് ടു ദ ടോപ്പ് ഓഫ് ദ സാമ്പിൾ. ഈ സാമ്പിളുടെ മുകളിൽ ഒരു സ്റ്റാൻഡ് ടൈപ്പ് പൈപ്പ് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ സാമ്പിളുടെ മുകളിലായിട്ട് സ്റ്റാൻഡ് പൈപ്പ് ഫിക്സ് ചെയ്തു. ദെൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ദിസ് ഹോൾ അസംബ്ലി വി ആർ പ്ലേസിംഗ് ഇൻ അവർ കോൺസ്റ്റന്റ് ഹെഡ് ചേംബർ. കോൺസ്റ്റന്റ് ഹെഡ് ചേംബറിൽ ഈ ടോട്ടൽ അസംബ്ലി നമ്മൾ പ്ലേസ് ചെയ്യുന്നു. സാമ്പിൾ എടുത്തു, സാമ്പിളിന്റെ മുകളിൽ ഒരു വെർട്ടിക്കൽ സ്റ്റാൻഡ് പൈപ്പ് കളക്ട് ചെയ്തു, എന്നിട്ട് കോൺസ്റ്റന്റ് ഹെഡ് ചേംബർ വെക്കുന്നു. നേരത്തെ പോലെ ഈവൻ ഫോർ ദിസ് സാമ്പിൾ വി ഹാവ് ടു സാച്ചുറേറ്റ് ദ സാമ്പിൾ അല്ലേ. സോ സോയിൽ ഈസ് അലൗഡ് ടു ഫുള്ളി സാച്ചുറേറ്റ്. കാരണം അതിൽ വോയിഡ്സിൽ എയർ ഉണ്ടാവാൻ പാടില്ല. എയർ ഉണ്ടായി കഴിഞ്ഞാൽ പെർമിബിലിറ്റി നമ്മളൊക്കെ ആക്ച്വലി ഡിസേർവ് ചെയ്യുന്ന പെർമിബിലിറ്റി ആയിരിക്കും. സോ വി ഹാവ് ടു സാച്ചുറേറ്റ് ഇറ്റ് ബൈ എനി മീൻസ്. സോ സാച്ചുറേറ്റ് ചെയ്യുന്നു. ദെൻ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ദ എക്സ്പെരിമെന്റ്. ഇതിന്റെ സോയിലിന്റെ എക്സ്പെരിമെന്റിന്റെ സ്റ്റാർട്ടിൽ, സോ കോൺസ്റ്റന്റ് ഹെഡ് ചേംബർ ഇതാണ്, സ്റ്റാൻഡ് പൈപ്പിലെ വാട്ടർ ലെവൽ ഇതാണെന്ന് വിചാരിക്കാം. സോ സ്റ്റാൻഡ് പൈപ്പിൽ വാട്ടർ ഫില്ല് ചെയ്തിട്ടുണ്ട്, ആ വാട്ടറിന്റെ ലെവൽ ഇവിടെയാണ്. കോൺസ്റ്റന്റ് ഹെഡ് ചേംബറിന്റെ വാട്ടർ ലെവൽ ഇതാണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് H1. ദാറ്റ് ഈസ് ദ ഇനീഷ്യൽ ഹെഡ് ഓഫ് ദ എക്സ്പെരിമെന്റ്. എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ഹെഡിനെ നമ്മൾ H1 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. സോ ദിസ് ഈസ് യുവർ ഇനീഷ്യൽ ഹെഡ്. ഓക്കെ. സോ സമയം പോകുന്ന സമയത്ത് വാട്ടർ വിൽ ഫ്ലോ ത്രൂ ദ സ്റ്റാൻഡ് പൈപ്പ് അല്ലേ. വാട്ടർ സ്റ്റാൻഡ് പൈപ്പിൽ കൂടെ പോയി കോൺസ്റ്റന്റ് ഹെഡ് ചേംബറിൽ നിന്ന് ഓവർഫ്ലോ ആയി പോകും. ഓക്കെ. അങ്ങനെ ഒരു സമയം T കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? വാട്ടർ വിൽ ഫാൾ ഫ്രം H1 ടു H2 അല്ലെ. ടൈം T കഴിയുമ്പോൾ H1 എന്ന ലെവലിൽ നിന്ന് വാട്ടർ H2 എന്നുള്ള ലെവലിലോട്ട് ഫാൾ ചെയ്യും. ഇവിടെ നമ്മൾ പുറത്തോട്ട് ഓവർഫ്ലോ ചെയ്യുന്ന വാട്ടർ മെഷർ ചെയ്യുന്നില്ല, പകരം എന്താ ചെയ്യുന്നത്? ഈ ഹെഡ് ഡിഫറൻസ് ആണ് മെഷർ ചെയ്യുന്നത്. സോ H1 ടു H2 വാട്ടർ ഫ്ലോ ചെയ്യുന്നു ഇൻ ടൈം T. So ഇത്രയുള്ള experimental procedure. You have the soil sample, you connect to porous disc, then you are connecting a vertical standpipe. The whole assembly is placed on a constant head chamber. Water will flow from standpipe to the constant head chamber. So ഒരു സമയം T കഴിയുമ്പോൾ water level in standpipe falls from H1 to H2. അതായത് head falls from H1 to H2. ഇതാണ് പ്രൊസീജിയർ. ഓക്കെ. നമുക്കിനി അനലിറ്റിക്കൽ പാർട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ this is the same sample, same figure we have seen before. So first നമ്മളൊരു ഇൻസ്റ്റന്റ് കൺസിഡർ ചെയ്യണം. സോ ഈ എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്തു. എക്സ്പെരിമെന്റിൽ ഒരു ഇൻസ്റ്റന്റിൽ ഹെഡ് H ആണെന്ന് വിചാരിക്കാം. സോ അറ്റ് സം ഇൻസ്റ്റന്റ് ദ ഹെഡ് ഓഫ് ഫ്ലോ ഈസ് H. ഓക്കെ. ഏതെങ്കിലും ഇൻസ്റ്റന്റ് ആയിട്ട് എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഇൻസ്റ്റന്റ് സേ T, അതിൽ സോ T1 എന്ന് പറഞ്ഞൊരു സമയത്ത് ഹെഡ് H ആണെന്ന് വിചാരിക്കാം. സോ T1 എന്ന് പറഞ്ഞ സമയത്ത് ഹെഡ് H ആണ്. സോ T1 മുതൽ T2 വരെ ഒരു ചെറിയൊരു സ്മോൾ ഇന്റർവെൽ, T1 ടു T2 ചെറിയൊരു സ്മോൾ ഇന്റർവെൽ DT. ഓക്കെ. T എന്ന് പറയുന്ന സമയത്ത് ഹെഡ് H ആണ്. അവിടെ തൊട്ട് T1 എന്ന് പറയുന്ന സമയത്ത് ഹെഡ് H ആണ്. അവിടെ തൊട്ട് T2 വരെ ചെറിയൊരു വളരെ ചെറുതായിട്ടുള്ളൊരു ഇൻസ്റ്റന്റ് നമ്മൾ എടുക്കുന്നു. ആ ടൈം ഇന്റർവെൽ DT ആണ്. സോ DT എന്ന് പറഞ്ഞാൽ T2 മൈനസ് T1 എന്ന് നമുക്ക് പറയാം. സോ അവിടെ ഹെഡ് ഫാൾ ഫ്രം DH. സോ H നിന്ന് DH ഫാൾ ചെയ്യുന്നു. സോ ആ ഫാൾ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ ഫാൾ ചെയ്യുന്ന ഹൈറ്റ് ആണ് DH എന്ന് പറയുന്നത്. സോ DT എന്ന് പറയുന്ന ചെറിയ ഇന്റർവെൽ ഓഫ് ടൈമിൽ DH ഫാൾ ചെയ്യുന്നു. ഓക്കെ. DT ടൈമിൽ DH ഫാൾ ചെയ്യുന്നു. നേരത്തെ പറഞ്ഞൊരു തെറ്റുണ്ട്. നമ്മൾ T1 ടു T2 അല്ല ഇപ്പം ചെയ്യുന്നത്. ഇറ്റ് ഈസ് DT എന്ന് പറഞ്ഞ സ്മോൾ ഇന്റർവെൽ DH ഫാൾ ചെയ്യുന്നു. ഓക്കെ. നമ്മൾ H എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റന്റ് ഒരു സം ടൈം ഇൻസ്റ്റന്റിൽ H ആണ് ഹെഡ് എന്ന് വിചാരിക്കുന്നു. അവിടെ തൊട്ട് ഒരു ചെറിയ സ്മോൾ ഇന്റർവെൽ ഓഫ് ടൈം എടുത്തു. അവിടെ നിന്ന് ഹെഡ് ഫാൾസ് ബൈ TH. ഓക്കെ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ഫാൾ? വാട്ട് യു മീൻ ബൈ വെലോസിറ്റി? വെലോസിറ്റി ഈസ് ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ. മീറ്റർ പെർ സെക്കൻഡ് ആണ് അതിന്റെ യൂണിറ്റ്. എത്ര ഡിസ്റ്റൻസ് എത്ര ടൈമിൽ കവർ ചെയ്തു എന്നാണ് വെലോസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഹിയർ ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈസ് DH, ടൈം ഈസ് DT. സോ യു ഗെറ്റ് ദ വെലോസിറ്റി ഓഫ് ഫാൾ ഈസ് DH by DT. So velocity is fall is nothing but head loss divided by time, which is DH by DT. ഞാൻ അവിടെ ഒരു നെഗറ്റീവ് സൈൻ ഇട്ടിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും? സി, സമയം കൂടുന്നതിനനുസരിച്ച് വാട്ട് ഈസ് ഹാപ്പനിങ്? ഹെഡ് ഈസ് ലോസ്റ്റ് അല്ലെ. ഹെഡ് കുറഞ്ഞു വരാം, ഹൈറ്റ് കുറഞ്ഞു വരാം. അതിന്റെ അർത്ഥം എന്താ? വൺ ഈസ് ഇൻക്രീസിങ്
the other one is decreasing. So I put a negative sign. So velocity of fall, like rate of fall, is nothing but dh by dt with a negative sign. ഇനി നമുക്ക് എന്താ വേണ്ട? ഡിസ്ചാർജ് വേണം അല്ലേ? So flow or discharge at this instant is area into velocity. So discharge എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ്. ഏരിയ എന്ന് പറയുന്നത് എതിലെയാ വാട്ടർ ഒഴുകുന്നത്? സ്റ്റാൻഡ് പൈപ്പിൽ കൂടെ അല്ലേ? നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്റ്റാൻഡ് പൈപ്പാണ്. സോ സ്റ്റാൻഡ് പൈപ്പിൽ ഡി എച്ച് ഹൈറ്റ് ഡി ടി ടൈമിൽ ഫാൾ ചെയ്യുന്നു. സോ ദ വെലോസിറ്റി ഈസ് ഡി എച്ച് ബൈ ഡി ടി. ആ വെലോസിറ്റി ഇൻറ്റു ഏരിയ ഓഫ് സ്റ്റാൻഡ് പൈപ്പ് ചെയ്താൽ സ്റ്റാൻഡ് പൈപ്പിൽ കൂടെയുള്ള ഫ്ലോയിന്റെ ഡിസ്ചാർജ് നമുക്ക് കിട്ടും. സോ സ്റ്റാൻഡ് പൈപ്പിൽ കൂടെയുള്ള ഫ്ലോയിന്റെ ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഏരിയ ഇൻറ്റു വെലോസിറ്റി മൈനസ് എ ഇൻറ്റു ഡി എച്ച് ബൈ ഡി ടി. നോട്ട് ദിസ് ഏരിയ ഈസ് ദ ഏരിയ ഓഫ് സ്റ്റാൻഡ് പൈപ്പ്. നമ്മൾ സ്റ്റാൻഡ് പൈപ്പിന്റെ പോർഷൻ കഴിഞ്ഞു. ഓക്കെ, നൗ ഡാർസിസ് ഇക്വേഷൻ എടുത്തു. സോ ഫ്ലോ ത്രൂ സോയിൽ എന്ന് പറഞ്ഞാൽ ഡാർസിസ് ഇക്വേഷൻ ആണ്. ഓക്കെ, ഡാർസിസ് ഇക്വേഷനിൽ ഡിസ്ചാർജ് എന്താണ്? കെ ഐ എ. ക്യൂ ഈസ് നത്തിങ് ബട്ട് കെ ഇൻറ്റു ഐ ഇൻറ്റു എ. ഐ ഈസ് ഈക്വൽ ടു എച്ച് ബൈ എൽ. നമ്മൾ സാമ്പിളുടെ ഹെഡ് എടുത്ത് എച്ച് ആയിരുന്നു, സാമ്പിളുടെ ലെങ്ത് എൽ ആണ്. സോ ആ ഹെഡ് ഡിഫറൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ കെ എച്ച് എൽ ബൈ എ എന്നാണ് ഫ്ലോ ത്രൂ സോയിൽ, മൈനസ് എ ഇൻറ്റു ഡി എച്ച് ബൈ ഡി ടി ആണ് ഫ്ലോ ത്രൂ സ്റ്റാൻഡ് പൈപ്പ്. രണ്ട് ഈക്വൽ ആണല്ലേ? എത്ര ഹെഡ് ഇവിടെ ഡിഫറൻസ് വരുന്നോ ആ ഫ്ലോ ആണ് ഈ സോയിൽ സാമ്പിളിൽ കൂടെ നടക്കുന്നത്. സോ ഫ്ലോ ഈസ് സെയിം ഇൻ ബോത്ത്. സോ നമ്മൾ ഇക്വേറ്റ് ചെയ്യും. ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം തമ്മിൽ നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് KHL by A is equal to minus A into DH by DT. So KHL by A is equal to minus A into DH by DT. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ we will get AK divided by AL into DT is equal to minus DH by H. So AK by AL into DT is equal to minus DH by H എന്ന് നമുക്ക് ഇക്വേഷൻ കിട്ടി. So AK by AL into DT is equal to minus DH by H ഞാൻ ഒന്നുകൂടെ മാറ്റി എഴുതുന്നു. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ വി ഹാവ് അറൈവ്ഡ്. ഓക്കെ, ഇതിന്റെ മീനിങ് എന്താ? ഡി ടി എന്ന് പറഞ്ഞ ചെറിയ സമയത്ത് ഡി എച്ച് എന്ന് പറഞ്ഞ ഹൈറ്റിൽ ഫാൾ ചെയ്തപ്പോൾ ഉള്ള ഡിസ്ചാർജ് വെച്ചാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്തത്. പക്ഷെ നമുക്ക് വേണ്ടത് അതല്ല. ഡി ടി ടൈം അല്ല നമ്മുടെ കൺസേൺ. നമ്മുടെ കൺസേൺ എന്താ? ഹെഡ് എച്ച് 1 തൊട്ട് എച്ച് 2 വരെ ഫാൾ ചെയ്യുന്നു ഇൻ ടൈം ടി. അതായത് T1 ടു T2, ടൈം T1 ടു ടൈം T2 ഹെഡ് ഫാൾസ് ഫ്രം H1 ടു H2 അല്ലെ? ഒരു ലാർജർ ടൈം ഇന്റർവെലിലെ ലാർജർ ഹെഡ് ആണ്. ഇത് സ്മോളർ ടൈം ഇന്റർവെലിൽ സ്മോളർ ഹെഡ് ആണ്. സോ സ്മോൾ വാല്യൂവിനെ ലാർജ് ആക്കാൻ നമ്മൾ എന്താ യൂഷ്വലി ചെയ്യുക? വി വിൽ ഇന്റഗ്രേറ്റ്, റൈറ്റ്? സോ ഹെഡ് ഫാൾസ് ഫ്രം H1 ടു H2 ഇൻ ടൈം T, വിച്ച് ഇസ് T1 ടു T2. ടു ഗെറ്റ് ദാറ്റ് വി വിൽ ഇന്റഗ്രേറ്റ് ദ എബവ് ഇക്വേഷൻ. സോ അതൊരു സ്മോൾ ഇന്റർവെൽ ഓഫ് ടൈമിൽ സ്മോൾ ഹെഡിനായിരുന്നു. നമുക്ക് വേണ്ടത് ഒരു T എന്ന് പറഞ്ഞ ഇന്റർവെലിൽ H1 ടു H2 ഹൈറ്റ് ചെയ്യുമ്പോഴാണ്. സോ ഇന്റഗ്രേറ്റ് ദിസ് ഇക്വേഷൻ. സോ ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് പോർഷൻ ടൈം ബേസ്ഡ് ആണ്. ഇന്റഗ്രേറ്റ് ഫ്രം T1 ടു T2. T1 സമയം തൊട്ട് T2 സമയം വരെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിന് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. റൈറ്റ് ഹാൻഡ് സൈഡ് ബേസ്ഡ് ഓൺ ഹെഡ് ആണ്. സോ വിൽ ഇന്റഗ്രേറ്റ് ഫ്രം H1 ടു H2. സോ ഇന്റഗ്രേറ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഫ്രം T1 ടു T2, ഇന്റഗ്രേറ്റ് റൈറ്റ് ഹാൻഡ് സൈഡ് ഫ്രം H1 ടു H2. Rest all is integration, just mathematics. So if you do integral of dt, it is nothing but t, alla? AK by AL T from limit T1 to T2. Integral of dt, integral of dx is x. So integral of dt is t from limit T1 to T2. Similarly, integral of 1 by h into dh. Integral of 1 by x into dx is nothing but log x. Similarly, integral 1 by h into dh is nothing but log h within limit h1 to h2. So ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്തു log h കിട്ടി. You get h1 to h2. ഇനി നമുക്ക് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ AK by AL ഉണ്ട് T2 മൈനസ് T1, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഇവിടെ മൈനസ് log h2 by മൈനസ് log h1, മൈനസ് log h2 മൈനസ് log h1. സോ log h2 by log h1 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് log h2 by h1 ആണ് അല്ലെ? log h2 മൈനസ് log h1 എന്ന് പറഞ്ഞാൽ log h2 by h1 ആണ്. പുറത്തൊരു നെഗറ്റീവ് ഉണ്ട്, അതിന് ഞാൻ ഉള്ളിലോട്ട് എടുത്തു കഴിയുമ്പോൾ h2 by h1 ഇൻവേഴ്സ് കിട്ടും. സോ യു വിൽ ഗെറ്റ് us log h1 by h2. ഇതൊക്കെ പ്യുവർ മാത്തമാറ്റിക്സ് ആണ്. സോ ഐ എം നോട്ട് എക്സ്പ്ലെയിനിങ് മച്ച്. നിങ്ങൾക്ക് ഈ സ്റ്റെപ്സ് എഴുതാം. log h is equal to log h1 to h2 എഴുതി കഴിഞ്ഞാൽ log മൈനസ് പുറത്തിട്ടിട്ട് log h2 മൈനസ് log h1 എന്ന് പറയും. log h2 minus log a minus log b is nothing but log a by b. So log h2 minus log h1 is log h2 by h1. നെഗറ്റീവ് ഉള്ളിലോട്ട് എടുത്താൽ
അതിന്റെ റെസിപ്രോക്കൽ കിട്ടും. സോ ലോഗ് h1 by h2. So ak by al into t2 minus t1 is equal to log h1 by h2. So if you rearrange, you will get the value of coefficient of permeability k is equal to al by at into log h1 by h2. What is small letter a? It is the area of this standpipe. Area of standpipe ആണ് സ്മോൾ എ എന്ന് പറയുന്നത്. ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമ്പിളിന്റെ ലെങ്ത് ആണ്. എ എന്ന് പറഞ്ഞാൽ സാമ്പിളിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. ടി എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ടൈം ഇന്റർവൽ ആണ്. സോ T1 to T2, ടൈം T1 to T2 ഡിഫറൻസ് T2 minus T1 അല്ലെങ്കിൽ T1 minus T2, ദാറ്റ് ഈസ് ടൈം ഇന്റർവൽ. ആ ടൈം ഇന്റർവെലിൽ എത്ര ഫാളോ ചെയ്യുന്നു ഫ്രം h1 to h2, ദാറ്റ് ഈസ് ഇനീഷ്യൽ ഹെഡ് ആൻഡ് ഫൈനൽ ഹെഡ്. സോ h1 h2 al at you have k. സോ ഇതിന്റെ ഓരോന്നിന്റെ വാല്യൂസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. കെ കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി ആണ്, എ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് സാമ്പിൾ ആണ്, എ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് സ്റ്റാൻഡ് പൈപ്പ് ആണ്, എൽ ലെങ്ത് ഓഫ് സ്പെസിമെൻ ആണ്, ടി ടൈം ഫോർ ഹെഡ് ടു ഫാൾ ഫ്രം h1 to h2. h1 is initial head, h2 is final head. സോ ഇത് നാച്ചുറൽ ലോഗ് ആണ്. നമുക്കിനി log to the base 10 ആണ് ഇക്വേഷൻ ഉപയോഗിക്കേണ്ടെങ്കിൽ it is 2.303 al by at into log to the base 10 h1 by h2. രണ്ട് ഇക്വേഷൻ നിങ്ങൾ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് can by heart this, but take care when you apply log on your calculator. നാച്ചുറൽ ലോഗ് ആണോ ബേസ് ടു ദ 10 ആണോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ കാൽക്കുലേറ്ററിൽ കറക്റ്റ് ആയിട്ട് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ദിസ് ഈസ് കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി ബൈ വേരിയിങ് ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റ് വിച്ച് ഈസ് യൂസ്ഫുൾ ഫോർ ഫൈൻ ഗ്രേഡ് സോയിൽ. നമ്മൾ രണ്ട് എക്സ്പെരിമെന്റ് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് രണ്ട് ചെറിയ പ്രോബ്ലം ചെയ്യാം. സിമ്പിൾ ആണ്. ആ രണ്ട് ഇക്വേഷൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇതിന്റെ ആൻസർ കിട്ടും. സോ ഒരു കോൺസ്റ്റന്റ് ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റ് നടത്തുന്നു. ടെസ്റ്റ് നടത്തി കഴിഞ്ഞിട്ടുള്ള വാല്യൂസ്, ടെസ്റ്റ് പ്രൊസീജിയറിൽ ഉപയോഗിച്ച അപ്പാരറ്റസിന്റെ വാല്യൂസ്, ടെസ്റ്റിന്റെ റിസൾട്ട് ഡാറ്റ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മാനോമീറ്റർ ടോപ്പിക്സ്, രണ്ട് മാനോമീറ്റർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 100 mm, ഡിഫറൻസ് ഇൻ ലെവൽസ് 60 mm ആണ്, ഡയമീറ്റർ ഓഫ് ടെസ്റ്റ് സാമ്പിൾ 100 mm ആണ്, ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ 350 ml വാട്ടർ ആണ് കളക്ട് ചെയ്യുന്നത് 270 സെക്കൻഡിൽ. യു ഹാവ് ടു കാൽക്കുലേറ്റ് ദ കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി ഇൻ സെന്റിമീറ്റർ പെർ സെക്കൻഡ്. ഏത് യൂണിറ്റിലാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് തന്നിട്ടുണ്ട്. സോ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. So the equation for coefficient of permeability for constant head permeability test is QL dash by H dash into T. അല്ലെങ്കിൽ QL into HT എന്ന് പറയാം, but take care of what is L dash. So QL dash by H dash T ആണ് coefficient of permeability. So ഇതിൽ ഓരോ വാല്യൂസ് എന്താ? What is L dash? L dash എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു അല്ലേ, രണ്ട് മാനോമീറ്റർ തമ്മിലുള്ള ഡിസ്റ്റൻസ്. അത് ഇവിടെ തന്നിട്ടുണ്ട്. What is that? Different distance between manometer toppings 100 mm. ആ രണ്ട് മാനോമീറ്റർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 100 mm ആണ്. നമുക്ക് സെന്റിമീറ്റർ പെർ സെക്കൻഡിൽ വേണ്ടതുകൊണ്ട് ഞാൻ അതിനെ സെന്റിമീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് 10 centimeter. Now what is next? You need എക്ക് പകരം നമുക്ക് ഡയമീറ്റർ ഓഫ് സാമ്പിൾ തന്നിട്ടുണ്ട് വിച്ച് ഇസ് 100 mm. ഡയമീറ്റർ 100 mm ആണെങ്കിൽ ഇറ്റ് ഈസ് 10 centimeter. വാട്ട് യു ഗെറ്റ് ദ ഏരിയ? π/4 d². ഒരു സർക്കുലർ സിലിണ്ടർ ആണ് മോൾഡ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ π/4 d² ആണ് അതിന്റെ ഏരിയ, വിച്ച് യു വിൽ ഗെറ്റ് as 78.54 centimeter square. സോ L dash കിട്ടി, എ കിട്ടി. നെക്സ്റ്റ് വാട്ട് ഈസ് H dash? H dash ഈസ് നത്തിങ് ബട്ട് ഈ രണ്ട് മാനോമീറ്ററിലെ വാട്ടർ ലെവൽ തമ്മിലുള്ള വ്യത്യാസം അല്ലെ, മാനോമീറ്ററിലെ ലിക്വിഡ് ലെവൽ തമ്മിലുള്ള വ്യത്യാസമാണ് എച്ച് ഡാഷ്. ഇവിടെ തന്നിട്ടുണ്ട് ഡിഫറൻസ് ഓഫ് ലെവൽസ് ഇൻ മാനോമീറ്റർ 60 mm. 60 mm ഈസ് നത്തിങ് ബട്ട് 6 centimeter. സോ എച്ച് ഡാഷ് കിട്ടി. നൗ ടി, ഡ്യൂറേഷൻ ഓഫ് ടെസ്റ്റ് 270 സെക്കൻഡ്. സോ 270 സെക്കൻഡിലാണ് ടെസ്റ്റ് ചെയ്യുന്നത്, അതിന്റെ ഡ്യൂറേഷൻ. സോ ടി ഈസ് 270 seconds. ഈ 270 സെക്കൻഡിൽ എത്ര ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ കളക്ട് ചെയ്തു ഈ ജാറിൽ? ഇറ്റ് ഈസ് 350 ml. സോ 350 ml ആണ് കളക്ട് ചെയ്തത്. നമുക്ക് ml അല്ല വേണ്ടത്, വി നീഡ് എവറിഥിങ് ഇൻ സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആണ് ആൻസർ വേണ്ടത്. സോ ഇറ്റ് ഈസ് സെന്റിമീറ്റർ ക്യൂബ്. സോ മീറ്റർ ക്യൂബിനെ സെന്റിമീറ്റർ ക്യൂബായിട്ട്, സോറി മില്ലി ലിറ്ററിന് നമ്മൾ സെന്റിമീറ്റർ ക്യൂബായിട്ട് കൺവേർട്ട് ചെയ്യണം. ആ കൺവേർഷന് വേണ്ടി നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ജസ്റ്റ് കാര്യം, 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ക്യൂബാണ്. 1 ലിറ്റർ വാട്ടർ ക്യൂബ് എന്ന് പറഞ്ഞാൽ, സോറി 1 ലിറ്റർ വാട്ടർ എന്ന് പറഞ്ഞാൽ അതൊരു മീറ്റർ ക്യൂബ് വാട്ടർ ആണ്. ഓക്കെ, ദാറ്റ് ഈസ് എ കൺവേർഷൻ. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ക്യൂബ്. ഐ എം സോറി, 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ ക്യൂബ് ആണ്. ഓക്കെ, 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ ക്യൂബ്. ജസ്റ്റ് എ സെക്കൻഡ്, മിസ്റ്റേക്ക്, കറക്റ്റ് ഇട്ടാണ്.
സോറി, ഒരു ടൈപ്പിംഗ് എറർ ആയിരുന്നു. 1000 ലിറ്റർ എന്ന് പറഞ്ഞാണ് 1 മീറ്റർ ക്യൂബ്, അല്ലെങ്കിൽ 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 10⁻³ മീറ്റർ ക്യൂബ് ആണ്. സോ 1000 ലിറ്റർ ഈസ് ഈക്വൽ ടു 1 മീറ്റർ ക്യൂബ്. അതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കൺവേർഷൻ. അതുപോലെ 1 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ 1 സെന്റിമീറ്റർ ക്യൂബ്. ഇത് നിങ്ങൾക്ക് ഡിറൈവ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. സോ 1000 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ക്യൂബ് ആണ്, 1 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ 1 സെന്റിമീറ്റർ ക്യൂബ് ആണ്. നമുക്ക് ഇവിടെ സെന്റിമീറ്റർ പെർ സെക്കൻഡിലാണ് ആൻസർ വേണ്ടത്. സോ യു ആർ യൂസിങ് സെന്റിമീറ്റർ ക്യൂബ്. ഓക്കെ, സോ 350 ml is nothing but 350 centimeter cube. Ini, so K is equal to, substitute everything. You have Q, which is 350 centimeter cube. You have the L dash, which is 10 centimeter. You have area 78.54. You have the H dash, which is the difference in level of water in the manometers, which is 6 centimeter. And finally, you have the time T, which is 270 seconds. So, allam substitute edu. If you equate, you will get the answer as 0.0275 centimeter per second. Just equation substitution ullu. Equation അറിഞ്ഞിരിക്കുക, equationil ഓരോന്നും എന്താണെന്ന് അറിഞ്ഞിരിക്കുക. Then you just substitute the value as per the proper units. You will get the answer as 0.0275 centimeter per second. ഇതാണ് കോൺസ്റ്റന്റ് ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റിന്റെ ഒരു എക്സാമ്പിൾ പ്രോബ്ലം. ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ കെ കണ്ടുപിടിക്കാൻ ചോദിച്ച പോലെ കെ തന്നിട്ട് വേറെ ഏതെങ്കിലും ഫാക്ടർ കണ്ടുപിടിക്കാനും ചോദിക്കാം. ജസ്റ്റ് ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക. ദാറ്റ്സ് ഓൾ യു ഹാവ് ടു ഡു. Then next question is a falling head permeability test. About falling head permeability test, so you have the falling head permeability test which was conducted on a soil sample of 4 centimeter diameter and 18 centimeter length. The head fall is from 1 meter to 0.4 meter in 20 minutes. If the cross-sectional area of standpipe was 1 centimeter square, determine the coefficient of permeability. Sorry. Varying head permeability test ആണെങ്കിൽ coefficient of permeability in the equation AL by AT into log H1 by H2. A is area of cross section of the standpipe. ഈ standpipe area of cross section ആണ് small a. L എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമ്പിളിന്റെ ലെങ്ത് ആണ്. ക്യാപിറ്റൽ A എന്ന് പറഞ്ഞാൽ സാമ്പിളിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. H1 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ഹെഡ് ആണ്. H2 എന്ന് പറഞ്ഞാൽ ഫൈനൽ ഹെഡ് ആണ്. T is the ടൈം ഇന്റർവൽ. ആ H1 to H2 എത്താൻ വേണ്ട ടൈം ഇന്റർവലിനെയാണ് നമ്മൾ T എന്ന് റെപ്രസെന്റ് ചെയ്യുക. നമുക്ക് കിട്ടിയ വാല്യൂസ് ഒക്കെ ഒന്ന് എടുത്ത് എഴുതാം. ഏരിയ ഈസ് സ്മോൾ ലെറ്റർ A is sectional area of standpipe which is 1 centimeter square. L is the length of sample which is 18 centimeter. Next, D is the diameter which is 4 centimeter, but we need area. Area is nothing but pi by 4 d square. You get it as 12.56 centimeter square. Now T is 20 minutes. 1 മീറ്ററിൽ നിന്ന് 0.4 മീറ്റർ വരെ എത്താൻ 20 മിനിറ്റ് എടുക്കും. സോ ടൈം ഈസ് 20 മിനിറ്റ്സ്. H1 is 1 meter, H2 is 0.4 meter. H1 തൊട്ട് H2 വരെ water fall ചെയ്യുന്നു. So 1 meter to 0.4 meter in 20 minutes. So just substitute the values. Coefficient of permeability is equal to, for A you substitute 1, for L you substitute 18, for capital A you substitute 12.56, for time you substitute 20 minutes, and then H1 by H2 log 1 by 0.4. Here you don't have to worry about the unit. Random 1 H1 by H2 random unit cancel ആയിപ്പോ. So 1 by 0.4. You don't need to convert it to centimeter. No use. So substitute ചെയ്തു, you'll get the answer as 0.0657 centimeter per minute. ഇവിടെ ഞാൻ ടൈം മിനിറ്റിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. So my answer will be in minute. So take care. If you are asked to find it in centimeter per second, you have to find it in centimeter per second. So our answer is 0.057 centimeter per minute. With this, we conclude the portion on permeability. So permeability എന്താണ് കണ്ടു, permeability factors കണ്ടു, Darcy's law കണ്ടു. Now you have discussed the two methods of to find the coefficient of permeability. One is constant hand, the second one is variable hand, and we solve two problems. ഈ പോർഷൻസിൽ നിന്നൊക്കെയാണ് സാധാരണഗതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുക. സോ സ്റ്റഡി ദ എക്സ്പെരിമെന്റ്, സ്റ്റഡി ദ ഡെറിവേഷൻ. ഡെറിവേഷനും ചോദിക്കാറുണ്ട്. നമ്മൾ ഈ ഇക്വേഷൻ AL by AT log H1 by H2 എന്ന് കണ്ടുപിടിച്ച ഇക്വേഷൻ ഡെറിവേഷൻ ചോദിക്കാറുണ്ട്. എക്സ്പെരിമെന്റിന്റെ പ്രൊസീജിയർ എഴുതാൻ ചോദിക്കാറുണ്ട്. പ്രോബ്ലംസും ചോദിക്കാറുണ്ട്. സോ try practicing the problem. With this, we conclude this portion on permeability. Next class we will discuss about compaction. Thank you.